ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു തംബ്നെയിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട്. അപ്പോൾ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഫോൺ ആയിക്കോട്ടെ, ആ ഫോണിൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു തംബ്നെയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ ആപ്പ് മതി, ഞാൻ ഇതിൽ കാണിക്കുന്ന ഒറ്റ ആപ്പ് മതി. എൻജോയ് ടേക്ക് വിത്ത് എസ് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു തംബ്നെയിൽ ഉണ്ടാക്കാൻ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് Pixellab എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ച് ഉണ്ടാക്കാനാണ് കാണിച്ചു തരാൻ പോണത്. അതിന് മുമ്പ് നമ്മുടെ ഒരു സ്റ്റില്ല് നമുക്ക് ആ തംബ്നെയിലിൽ വെക്കണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് വേറെ ആപ്പൊന്നും വേണ്ട. remove.bg എന്ന് പറഞ്ഞാൽ സൈറ്റിൽ കയറിയാൽ മതി. എന്നിട്ട് അപ്ലോഡ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമേജ് ഏത് ഇമേജിൻ്റെയാണ് ബാക്ക്ഗ്രൗണ്ട് കളയേണ്ടതെന്ന് വെച്ചാൽ ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അത് അപ്ലോഡിങ് കാണിക്കും. അപ്ലോഡായി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് തരും. നമുക്ക് കട്ടൗട്ട് ഉണ്ടാക്കി തരും. എന്നിട്ട് അത് നമ്മൾ ചുമ്മാ Pixellab കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇമേജ് സെറ്റായി. ഇനി നമ്മൾ ഡൗൺലോഡ് അടിക്കുക. ഡൗൺലോഡ് അടിച്ചു. അപ്പോൾ നമ്മുടെ ഇത് ഡൗൺലോഡ്സിൽ പോയി നോക്കട്ടെ, ഡൗൺലോഡ് ആയോ നോക്കട്ടെ. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ യൂസേജ് റൈറ്റ്സിൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് കൊടുക്കുക. അതാണ് നമുക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ വേറെ ആരുടെയും നമ്മൾ എടുത്ത് യൂസ് ചെയ്യണമെന്ന് വരില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചുമ്മാ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്, കട്ടൗട്ടും ആയിട്ടുണ്ട്. ഇനി നമ്മൾ Pixellab എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ കയറിയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. Pixellab ഞാൻ ഓപ്പൺ ചെയ്തു. ഇത് നേരത്തെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യണമെന്ന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഞാൻ ക്യാൻസൽ അടിച്ചു. ഇനി നമുക്ക് ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യണം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമേജ് സൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മൾ യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രീസെറ്റ് എന്നുള്ളതുണ്ട്, പ്രീസെറ്റിൽ യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ 1280x720 എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഡിലീറ്റ് ആയി കളയുക. ഇപ്പോൾ ഓൾറെഡി ഒരു ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഡിലീറ്റ് ആയി കളയുക. അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് അവസാനം ആഡ് ചെയ്യണ സമയത്ത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ സംഭവങ്ങളും അറിയാം. ഇത് അതിൻ്റെ ഫിൽറ്റേഴ്സാണ്. ഇതൊന്നും നമ്മളൊന്നും ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാനുള്ള ഈ ഒരു ഇമേജ് മാറ്റിയിട്ട് ഇവിടെ എന്താ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാണ്ട് കുറേ ഈ ഇമേജിന് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ ചെന്നിട്ട് നമുക്ക് ഫ്രം ഗ്യാലറി കൊടുക്കുക. ഫ്രം ഗ്യാലറി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഇന്നത്തെ ഇപ്പോൾ ഹൗ ടു മേക്ക് തംബ്നെയിൽസ്, പ്രൊഫഷണൽ തംബ്നെയിൽസ് യൂസിങ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ തന്നെ തംബ്നെയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇമേജാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നമ്മുടെ കട്ടൗട്ട് ഇമേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ നടുക്കത്തെ ഇതിൽ പോയിട്ട് ഇമ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്യാലറി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്, ഇവിടെ പ്ലസ് അടിക്കുക. പ്ലസ് അടിച്ച് കഴിഞ്ഞിട്ട് ഫ്രം ഗ്യാലറി കൊടുത്തിട്ട് അവിടെ നിന്ന് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സൈസായിട്ട് ചെറുതാക്കി സെറ്റാക്കി വയ്ക്കുക. ഇതിങ്ങനെ സെറ്റാക്കുക. ഓക്കെ, ഇത് സെറ്റായി. ഇനി നമുക്ക് ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് ആദ്യത്തെ ഒരു ലൈനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക്
ടെക്സ്റ്റ് ഇവിടെ പോയിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ടെക്സ്റ്റ് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റൊക്കെ എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഈ എയുടെ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോണ്ട് ആദ്യം മാറ്റി കൊടുക്കുക. ഫോണ്ട് ആദ്യം മാറ്റി കൊടുക്കുക. ഫോണ്ട് ഞാൻ വേറെ കുറേ ഫോണ്ട് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് ഇതിൽ ഓൾറെഡി ഉള്ള ഫോൺസാണ് ഈ കാണുന്നത്. അതല്ലാണ്ട് ഞാൻ വേറെ കുറേ ഫോണ്ട് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ആ ഫോൺസാണ് എടുക്കുന്നത്. ഹൗ ടു മേക്ക് ഇതെടുക്കട്ടെ. ഹൗ ടു മേക്കായി. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ നമുക്ക് ഈ സൈഡിൽ നിന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സൈസൊക്കെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. സൈസ് ഇതേ കണ്ടോ, സൈസ് പാഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയറിൻ്റെ നീളമാണ്. ആ സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിൻ്റെ ഒരു നീളമാണ് പാഡിംഗ് എന്ന് ഉദ്ദേശിച്ചാണ്. ഇപ്പോൾ റൈറ്റ് പാഡിങ് കൂട്ടിക്കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ള ആ സ്ക്വയറിൻ്റെ ആ ഒരു ഇത് കൂടും. ചില ഫോണ്ട് ഫുള്ളായിട്ട് ആ സ്ക്വയറിൽ നിൽക്കില്ല, അപ്പോൾ നമ്മൾ പാഡിങ് കൂട്ടി കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ കളറ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വൈറ്റാണ് കൊടുത്തത്, വൈറ്റ് തന്നെ കൊടുത്തു. ഇനി നമുക്ക് ഇതിലിങ്ങനെ പോയി കഴിയുമ്പോൾ ഇതിന് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഒരു കളർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇതിന് സെറ്റ് ചെയ്യാനുള്ള യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ളതിന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഇനി ഇതിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എനേബിൾ ചെയ്യാം. ഷാഡോ എനേബിൾ ചെയ്യാം. പിന്നെ എന്താ, എംബോസ് ഒന്നും വേണ്ട. 3D ആക്കണമെങ്കിൽ 3D ആക്കാം, പക്ഷേ ആക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഡെപ്ത് കുറച്ച് കൊടുക്കുക ആക്കി കഴിഞ്ഞാൽ തന്നെ. പിന്നെന്താ, റിഫ്ലക്ഷൻ വേണമെങ്കിൽ റിഫ്ലക്ഷൻ എനേബിൾ ചെയ്യാം. അതിൻ്റെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. വെർട്ടിക്കൽ ഓഫ്സെറ്റ് അതൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഹൗ ടു മേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ളത് നമ്മുടെ മെയിൻ ഇതാണ്. അപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ അത് നല്ലൊരു സെറ്റപ്പ് ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ എന്നുള്ള ഫോണ്ട് ആയാലും കുഴപ്പമില്ല, ഞാൻ വേറെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നുള്ളതായാലും കുഴപ്പമില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എടുത്ത് കാണിക്കാൻ മാത്രമേ എഴുതാം. ഓക്കെ, ഈ ഒരു ഇത് കിടക്കട്ടെ, ഈ ഒരു തംബ്നെയിൽ കിടക്കട്ടെ, അല്ല ഈ ഒരു ഫോണ്ട് കിടക്കട്ടെ. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. റെഡ്, യൂട്യൂബ് എന്നാകുമ്പോൾ റെഡ് അല്ലേ, അപ്പോൾ റെഡ് സെലക്ട് ചെയ്യുക. റെഡ് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എനേബിൾ ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ സ്ട്രോക്ക് എനേബിൾ ചെയ്യാം, ഷാഡോ എനേബിൾ ചെയ്യാം. പിന്നെ നമുക്ക് പാഡിങ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ച് കിടക്കണ്ടല്ലോ, അപ്പോൾ ലെഫ്റ്റ് പാഡിങ് ഒരു +280, റൈറ്റ് പാഡിങ് ഒരു +2. +5. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് എൻ്റർ അടിച്ച് താഴത്തോട്ടാക്കാം. യൂട്യൂബ് തംബ്നെയിൽ. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അലൈൻമെൻറ്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ അലൈൻ ആക്കി വയ്ക്കാം. എന്നിട്ട് നമ്മളിത് വലുതാക്കുക. ഇങ്ങനെ വലുതാക്കി കൊടുക്കുക. ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൽ തന്നെ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ വെക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, റിലേറ്റീവ് പൊസിഷൻ. ഇനി നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഒരു ഓർഡറിലാവുമല്ലോ. അപ്പോൾ നമുക്ക് റിലേറ്റീവ് പൊസിഷൻ ഇങ്ങറ്റത്തേക്കാക്കി ഞാൻ ഇതിൻ്റെ കോപ്പി എടുക്കാം. ഇതേ സൈസ് തന്നെ മതി. ഓൺ മൊബൈൽ ഇതിൻ്റെ കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യുക, ഓൺ മൊബൈലിൽ നിന്നാക്കുക. എന്നിട്ട് ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഉണ്ട്, അത് ഇങ്ങറ്റത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഇത് ഓക്കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ സെറ്റപ്പ് ആകട്ടെ. ഓക്കെ, ഇനി ഒരു യൂട്യൂബിൻ്റെ ലോഗോയും കൂടി സെറ്റ് ചെയ്താൽ നമ്മുടെ തംബ്നെയിൽ സെറ്റായി. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ലോഗോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ യൂട്യൂബ് ലോഗോ PNG എന്നടിക്കുക. യൂട്യൂബ് ലോഗോ PNG.
ഡൗൺലോഡ് ഇമേജ് അടിക്കുക, മിനിമൈസ് ചെയ്യുക, എവിടെയാണ് നമ്മുടെ സാധനം എടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഒരു സാധനം സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അൺസെലക്ട് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രം ഗാലറി അടിക്കുക, യൂട്യൂബ് ലോഗോ എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ലോഗോ ആഡ് ചെയ്യണം, ചാനലിൻ്റെ ലോഗോ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാണ് എളുപ്പം. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക, ഫ്രം ഗാലറി അടിക്കുക, ലോഗോ ഉള്ളത് സെലക്ട് ചെയ്യുക. നമ്മുടെ പിക്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ ലോഗോ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ലോഗോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട സൈസിനനുസരിച്ച് ചെറുതാക്കുക. ഞാനിത് ചെറുതാക്കി. ഓക്കെ, ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ യൂട്യൂബ് തംബ്നെയിൽ നിന്ന് എഴുതിയേക്കുന്ന സാധനം നമ്മുടെ ഇമേജിൻ്റെ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പുറകോട്ട് തട്ടാനായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. യൂട്യൂബ് തംബ്നെയിൽ നിന്ന് എഴുതിയാണ് അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എയിൽ പോവുക. എ ആണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ എല്ലാ എഡിറ്റിങ്ങും ചെയ്യുന്നത് എയിലാണ്. അപ്പോൾ എയിൽ പോവുക, എന്നിട്ട് ടു ബാക്ക് അടിക്കുക. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ളത് നമ്മുടെ ഫോട്ടോയുടെ ബാക്കിലായിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കത് സേവ് ചെയ്യാനായിട്ട് സേവിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്നിട്ട് സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ നമ്മുടെ റെസൊല്യൂഷൻ ഇതിൽ നമ്മൾ ഡയമെൻഷൻ മാറ്റിയിട്ട് അൾട്ര എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസൊല്യൂഷൻ ചേഞ്ച് ആവും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമിൽ പോയിട്ട് 1280x720 എന്നുള്ള റെസൊല്യൂഷൻ കൊടുക്കണം, അല്ലെങ്കിൽ യൂട്യൂബ് തംബ്നെയിലിൻ്റെ റെസൊല്യൂഷൻ ആവില്ല അത്. എന്നിട്ട് നമ്മൾ ഇതിൽ PNG സെലക്ട് ചെയ്യുക. PNGക്ക് ക്വാളിറ്റി കൂടുതലുണ്ടാവും, PNG ആക്കുക. എന്നിട്ട് സേവ് അടിക്കുക. അത് കഴിയുമ്പോൾ ഒരു ആഡ് വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സേവ് ആയിട്ടുണ്ടാവും ഗാലറിയിലായിട്ട്. ഇനി നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് ഈ തംബ്നെയിൽ അപ്ലോഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.